കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് എന്താണെന്ന് പറഞ്ഞു. ബേസിസിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്. ബേസിസിലെ എണ്ണമാണ് ഫൈനൈറ്റ് ഡയമെൻഷനാണോ അല്ലയോ നോക്കാൻ പോകുന്നത്. ഒരു വെക്റ്റർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷനാണെങ്കിൽ ബേസിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മളെന്ത് വിളിക്കും, അതൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എന്ന് വിളിക്കും. എത്രയാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് എൻ ഡയമെൻഷൻ ആണെങ്കിൽ, എൻ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ എൻ ഡയമെൻഷൻ എന്ന് പറയും. അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. കണ്ടിന്യൂ എക്സാമ്പിൾസ് വെച്ച് ദ വെക്റ്റർ സ്പേസ് matrices of M cross N are set of all M cross N matrices with real entries. അതൊരു വെക്റ്റർ സ്പേസ് ആണ്, നമുക്കറിയാം. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്ര റോ ഉണ്ടോ എത്ര കോളം ഉണ്ടോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് MN. കാരണം നമ്മൾ നേരത്തെ ഒരു കോർഡിനേറ്റ് എടുക്കുന്ന പോലെ പകരം എന്തെടുക്കും, ഇവിടെ എന്തെടുത്താൽ മതി, ഓരോ എൻട്രിയും 1 വരുന്ന രീതിയിൽ എടുക്കുക, ബാക്കി എൻട്രി എല്ലാം 0 വരുന്ന രീതിയിലുള്ള മെട്രിക്സുകളുടെ കളക്ഷൻ എടുക്കുക. ഓക്കെ, അതാണ് EIJ എന്ന് പറഞ്ഞ മെട്രിക്സ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. EIJ is an M cross N matrix with 1 in the ijth position and 0 elsewhere. Then EIJ I equal to 1 to 3 to M and J equal to 1 to N is a basis for matrix M cross N. ഓക്കെ, അതായത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ABCD മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, A ഇൻറ്റു 1 0 0 1 അല്ല P പൊസിഷൻ വന്നു, പ്ലസ് എന്താ B ഇൻറ്റു 0 1 0 പ്ലസ് ഇനി എന്ത് ചെയ്യും, C ഇൻറ്റു എന്ത് ചെയ്യും, ഈ പൊസിഷനിൽ 1 വരുന്ന രീതിയിൽ ബാക്കി 0 0 0 0 എന്നുള്ള ആളെടുക്കും. പിന്നെ അടുത്ത ആൾ എന്തെടുക്കും, ഡിയുടെ പൊസിഷനിൽ 1 വരുന്ന രീതിയിൽ ബാക്കിയെല്ലാം 0 0 വരുന്ന ആളെടുക്കും. അല്ലേ, ദാറ്റ് ഈസ് അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എത്ര റോ ഉണ്ടോ എത്ര കോളം ഉണ്ടോ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ എന്താ, നോഷൻ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻസ് വാസ് ഡിഫൈൻഡ് ഓൺലി ഫോർ non-empty subset of a vector space, since the condition for a set of elements to be linearly independent is vacuously satisfied by empty set. നമ്മൾ empty set എടുക്കുകയാണെന്ന് വിചാരിക്കുക, empty സെറ്റിനകത്ത് ആൾക്കാരില്ല, അല്ലെ. ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ലീനിയർ ഡിപ്പെൻഡൻസും പറയണമെങ്കിൽ ആൾക്കാരെ എടുത്തിട്ട് ലീനിയർ കോമ്പിനേഷൻ എടുത്താലാണ് ലീനിയർലി ഡിപ്പെൻഡൻസിനെ കുറിച്ചും പറയാൻ പറ്റുക, അല്ലേ. പക്ഷേ അതിൽ എടുക്കാൻ തന്നെ ആൾക്കാരില്ലെങ്കിൽ നമുക്ക് എന്ത് വേണേൽ പറയാം, empty സെറ്റ് എന്താണെന്ന് പറയാം, empty സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, അത് ആ ഡെഫിനിഷൻ്റെ ഒരു ഐഡിയ വെച്ച് അങ്ങനെ തന്നെ പറയുന്നതാണ്, ഡെഫിനിഷൻ വെച്ച് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, സോ വി ക്യാൻ കൺസിഡർ ദ എംപ്റ്റി സെറ്റ് എംപ്റ്റി ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിൻസ് ദ സ്മോളർ സബ്സ്പേസ് ഓഫ് വെക്റ്റർ സ്പേസ് വി ഈസ് കണ്ടെയ്നിങ് എ 0 സബ്സ്പേസ്. പക്ഷേ നമുക്കറിയാം സബ്സ്പേസുകളിൽ ഏറ്റവും സിംഗിളായ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ ആരാ, 0 ഉള്ള സബ്സ്പേസ് ആണ്, അല്ലേ. 0 ഉള്ള സബ്സ്പേസ് ഒരിക്കലും എന്താവില്ല, 0B ആണ്. ക്യാൻ ആൾസോ റിഗാർഡ് 0 സബ്സ്പേസ് ആസ് ബീയിങ് സ്പാൻഡ് ബൈ 5. Since the smaller subspace of vector space be containing phi is the 0 subspace 0B, we can also regard the 0 subspace as being spanned by empty set. Hence we can regard empty set as a basis for 0 subspace, and so 0 subspace is of dimension 0. Okay, phi വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ആൾ സിംഗിൾട്ടൺ സ്പേസ് 0 ആണെന്ന്, സിംഗിൾട്ടൺ 0B ആയിട്ടുള്ള വെക്ടർ സ്പേസ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിന് ഡയമെൻഷൻ 0 എന്ന് പറയണം. ഓക്കെ, അതൊരു നോഷൻ ആണെന്നുള്ള രീതിയിലാണ് അങ്ങനെ എടുക്കുന്നത്. അടുത്തെന്താ, തിയറം 1. Let V be a finite dimensional vector space if G is a finite spanning set of V, if 1 is linearly independent subset of V such that I is a linear subset of V such that I contained in G, then there is a basis B of V such that I contained or equal to B contained or equal to G. ഓക്കെ, എന്താ പറയണത്, V ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് എടുത്തിട്ടുണ്ട്. G എന്ന് പറയണത് ഒരു ഫൈനൈറ്റ് സ്പാനിങ് സെറ്റ് ഓഫ് V ആണ് എടുത്തിട്ടുണ്ട്. I എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റാണ് എടുത്തിട്ടുണ്ട്. അതല്ല, ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് അതിൻ്റെ സ്പാനിങ് സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ എന്താ അവർ പറയണത്, ഈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിനും നമ്മുടെ ഈ സ്പാനിങ് സെറ്റിനും ഇടയിലായിരിക്കും ആര് വരുന്നുണ്ടാവുക എന്ന് പറയണത്, ബേസിസ് വരുന്നുണ്ടാവുക എന്ന് പറയണത്. സോ ഐഡിയ സത്യത്തിൽ ഇതാണ്, മാക്സിമം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ് സത്യത്തിൽ ആര് എന്ന് പറയണത്, നമ്മുടെ ബേസിസ് എന്ന് പറയണത്. അതുപോലത്തെ മിനിമൽ സ്പാനിങ് സെറ്റാണ് ആരെന്ന് പറയുന്നത് ബേസായി മാറാൻ പോകും. അതായത് മാക്സിമം എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സിനെ കൊള്ളാൻ പറ്റുമോ അത് നോക്കും. അതുപോലെ തന്നെ സ്പാൻ ചെയ്യാൻ മിനിമം ആൾക്കാരെ എടുത്തിട്ടുള്ള സെറ്റാണ് അതിൽ ആര് ബേസിസായി മാറാൻ പോകുന്നത്. ആ ഐഡിയ ആണ് ഇവിടെ പറയുന്ന സത്യത്തിൽ. ഒബ്സർവ് ഫസ്റ്റ് I is also spans V, അല്ലേ. I എന്താ എടുത്തിട്ടുള്ള I ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് V ആണ്. സോ ദാറ്റ് I contained not equal to G. I also spans V, then I is a I എങ്ങനെ വിനെ സ്പാൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആണ് സ്പാനിങ്ങും ആണ്. അപ്പോൾ എന്തായി മാറും, ബേസായി മാറും, അല്ലേ. I is a base of V. Hence we can choose B equal to I, അല്ലേ. we get I contained or equal to, so I ഉറപ്പായിട്ട് എന്താണ്, I contained or equal to B contained or equal to G എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി സപ്പോസ് I not equal to V ആണ് എടുക്കുക.
span I not equal to I v ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് എന്താ, വിനകത്ത് ദാറ്റ് വി മസ്റ്റ് ഹാവ് ഐ സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ ജി അല്ലേ. കാരണം ജി എന്ത് ചെയ്യാൻ പറ്റും, ജിക്ക് സ്പാൻ ചെയ്യാൻ പറ്റും ആരിനെ, ഫുൾ വിനെ തന്നെ സ്പാൻ ചെയ്യാൻ പറ്റും അല്ലേ. ദെർഫോർ സ്പാൻ ഐ ഈസ് കണ്ടെയ്ൻഡ് ഇൻ സ്പാൻ ജി ഈക്വൽ ടു വി. ഹെൻസ് എന്താ അർത്ഥം, അതായത് ജി വെച്ച് സ്പാൻ ചെയ്യാൻ പറ്റില്ല അല്ലെ, ഐ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് വിനെ സ്പാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം ജി മൈനസ് ഐയിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും, ആ ആളെവിടെ ഉണ്ടാവില്ല, സ്പാൻ ഐയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അർത്ഥം അല്ലേ. ദാറ്റ് ഈസ് സെറക്സ് ജി വൺ ബിലോങ്സ് ടു ജി മൈനസ് ഐ സച്ച് ദാറ്റ് ജി വൺ ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ ആണ്. സിൻസ് ഐ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ജി വൺ ഡസ് നോട്ട് ബിലോങ്സ് ടു എവിടെയാണ്, സ്പാൻ ഐ അല്ലേ. ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏത് എലമെൻ്റ് ആണോ ഇല്ലാത്തത് ആ എലമെൻറ്റ് എവിടേക്ക് കൂട്ടിച്ചേർക്കും, ഐനോട് കൂട്ടിച്ചേർക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഐ യൂണിയൻസ് ഇൻ ദ സെറ്റ് ജി വൺ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. കാരണം നമ്മൾ എടുത്തുള്ള കൺസ്ട്രക്ഷൻ പ്രകാരം ഐ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ജി വൺ എന്ന് പറഞ്ഞാൽ ഐനകത്ത് ഇല്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ജി വണ്ണിനെ ഐയുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനും പറ്റാത്ത അവസ്ഥയാണ്. ദാറ്റ് മീൻസ് അപ്പോൾ സ്പാനിലില്ലാത്തത് കൊണ്ട് ദാറ്റ് മീൻസ് അപ്പോൾ അയാൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി വന്നേ പറ്റുള്ളൂ. ഓക്കെ, സോ if I union G1 spans V, then it is a basis in which we can choose B equal to I union G1. The proof is complete അല്ലേ, അതിനേക്കാളും വലുതായിട്ടുള്ള ആളായി മാറും. ഇനി എങ്ങാനും അല്ലെങ്കിലോ സിമിലർ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക അല്ലെ. അപ്പോൾ നമുക്ക് G1 G2 എന്ന് പറഞ്ഞ എക്സെട്ര എന്ന് പറഞ്ഞ ആൾക്കാരെ ഇതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കാൻ പറ്റും. അങ്ങനെ ചേർത്ത് എന്തെങ്കിലും മാറ്റും, ബേസിസ് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് അതിൻ്റെ ഐഡിയ. അപ്പോൾ എന്താ, ഒരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സബ്സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ അതിലത്തെ എലമെൻറ്റ്സിനെ ആഡ് ചെയ്ത് ചേർത്ത് ഇനി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആൾക്കാരെ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, അതിനെ നമ്മളെ ബേസിസ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ സ്പാനിങ് ഒരു സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്പാനിങ് സെറ്റിൻ്റെ ആൾക്കാരെ ചെറുതാക്കി കൊണ്ടുവന്നിട്ട് നമുക്കൊരു ബേസിസ് ആക്കാൻ പറ്റും. Proceeding in this way, we said G is finite by hypothesis that for some MLM set B equal to I union G1 G2 etc. Gm is a basis for V, that is I contained in B contained or equal to G. Equal to case നമ്മൾ already പറഞ്ഞിട്ടുണ്ടായിരുന്നു. Okay. So the corollary, every linearly independent subset I of a finite dimensional vector space V can be extended to form a basis. നമ്മൾ നേരത്തെ പറഞ്ഞതിന് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. കൊറോളറിയിൽ എന്താണ്, ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ആയി എടുത്താലും അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉണ്ടാക്കി എന്താക്കാൻ പറ്റുമെന്ന് പറയുന്നത്, നമുക്ക് ഒരു വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആക്കി മാറ്റാൻ പറ്റും വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ. ഓക്കെ, ലെറ്റ് V be a finite dimensional vector space and I is linearly independent subset of V. Since V is finite dimensional, V has a finite elements in the basis അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം എന്താ, തിയറം പ്രകാരം എന്ന് പറയാൻ പറ്റും എവരി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് V is finite അല്ലേ. കാരണം ബേസ് ഫൈനൈറ്റ് ആണ്, സോ അതിനേക്കാളും സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ആൾക്കാർ വരാൻ പോകുന്നത്. സോ ഉറപ്പായിട്ടും ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് V is ഫൈനൈറ്റ് ആണ്. സോ I is also finite. സിൻസ് ബേസിസ് B is a base of V, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, G equal to എങ്ങനെ എടുക്കാം, G equal to I union B എന്ന് എടുക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് I and B are finite subset of V. G is also finite subset of V. സിൻസ് സ്പാൻ ബി ഈക്വൾ ടു എന്താ, സ്പാൻ ബി ബേസ് ആയതുകൊണ്ട് സ്പാൻ ബി ഈക്വൾ ടു എന്തായിരിക്കും, വി ആയിരിക്കും. സോ സ്പാൻ ജി എന്ന് തന്നെയായിരിക്കും ഉറപ്പായിട്ടും. ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ ജി കണ്ടെയ്ൻഡ് ഇൻ വി അല്ലേ. സ്പാൻ ബി ഈക്വൾ ടു വി ആൻഡ് ബി കണ്ടെയ്ൻഡ് ഇൻ ജി കണ്ടെയ്ൻഡ് ഇൻ വി, ദാറ്റ് ഇസ് വി ഈക്വൾ ടു സ്പാൻ ബി കണ്ടെയ്ൻഡ് ഇൻ സ്പാൻ ജി കണ്ടെയ്ൻഡ് ഇൻ വി അല്ലേ. ദാറ്റ് മീൻസ് എന്താ, സ്പാൻ ജി എന്തായാലും പറ്റുള്ളൂ. സോ സ്പാൻ ജി ഈക്വൾ ടു വി. ദെൻ ബൈ എബോവ് തിയറം നമുക്ക് ഓൾറെഡി കണ്ടതാണ്, ജി ഈക്വൾ ടു ഐ യൂണിയൻ ബി ആയതുകൊണ്ട് ബി തന്നെ സ്പാൻ ചെയ്യണമായതുകൊണ്ട് ഉറപ്പായിട്ടും സ്പാൻ ജി ബി തന്നെയാണ്. ഓക്കെ, ദെൻ ബൈ എബോവ് തിയറം എന്താ പറഞ്ഞിട്ടുള്ളത്, ദർ എക്സിസ്റ്റ് ഡെഫിനേഷൻ പ്രകാരം ഒരു ബി സ്റ്റാർ എന്ന് പറഞ്ഞ ആളുണ്ടാവും, ബേസ് ആയിരിക്കും. അതെവിടെ ഉണ്ടാവും, ഐൻ്റെയും ജിൻ്റെയും ഇടയിൽ കിടക്കും അല്ലേ. ദാറ്റ് മീൻസ് എന്താണ്, ഐനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി നമുക്ക് എന്താക്കാൻ പറ്റും, ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ബേസ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ. ഓക്കെ, corollary 2, if V is a dimension n, then every linearly independent set consisting of n elements is a base of V. എന്താ പറയണത്, V ഒരു വെക്ടർ സ്പേസ് ആണെന്ന് വിചാരിക്കുക. V വെക്ടർ സ്പേസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ n ആണെങ്കിൽ അതിൽ n എലമെൻറ്റ്സ് ഉള്ള ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റും ഓട്ടോമാറ്റിക്കലി എന്താവെന്ന് പറയണത്, ബേസിസ് ആവുന്ന പറയണത്. തൊട്ട് മുമ്പത്തെ കൊറോളറി ആലോചിച്ചാൽ മതി. അതിനകത്ത് നമ്മൾ എടുക്കുന്നത് ഇയാളിനെ ഐ പോലെ എടുക്കുന്നു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവണം, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലേക്ക് പോകാൻ പറ്റില്ല, എന്നിനേക്കാളും മേലേക്ക് പോകാൻ പറ്റില്ല. സോ ഓട്ടോമാറ്റിക്കലി ആൾക്ക് എന്തായാലും പറ്റുള്ളൂ, ബേസ് ആയേ പറ്റുള്ളൂ. അതാണ് പ്രൂഫിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ലെറ്റ് V be n dimensional വെക്ടർ സ്പേസ് ആണ് എടുത്തു. ദെൻ ബൈ ഡെഫിനിഷൻ V has a basis consisting of n vectors അല്ലേ. ദെൻ വി നോ ദാറ്റ് ബൈ കൊറോളറി 1 ഓഫ് തിയറം 2 എന്താ പറഞ്ഞിട്ടുള്ളത്, എവരി ബേസിസ് ഓഫ് V has, കാരണം ബേസിസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാവാൻ പറ്റുള്ളൂ, നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ബേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ബേസിനകത്ത് അറ്റ്മോസ്റ്റ് എന്താണ്, n എലമെൻറ്റ്സ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. സോ എവരി ബേസ് ഓഫ് V has n vectors. Also by corollary എന്താ പറഞ്ഞിട്ടുള്ളത്, given above every linearly independent subset of V I have a finite dimensional vector space V can be extended to form a basis.
ആദ്യം പറഞ്ഞാൽ എന്താ ശ്രദ്ധിക്കുക, ബേസിസ് n ആൾക്കാരാണെങ്കിൽ n ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നത് ബേസിസിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാവുക, n എലമെൻറ്റ്സ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താ പറഞ്ഞത്, ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എടുത്താലും അതെന്ത് ചെയ്യാൻ പറ്റും, ആ സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ ഒരു ബേസ് ഉറപ്പായിട്ടൊന്നുണ്ടാവും എന്നുള്ള ഗ്യാരൻറ്റീഡാണ് അല്ലേ. ദാറ്റ് മീൻസ് എന്താ, നമ്മളപ്പോൾ ഏത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ ആൾക്കാർ n ആൾക്കാരെ എടുത്താലും അതെന്തായി മാറും, ഓട്ടോമാറ്റിക്കലി അതിനെ നമുക്ക് ബേസിസ് ആക്കി മാറ്റാൻ പറ്റും അല്ലേ. പക്ഷേ ആ ബേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും, അറ്റ്മോസ്ഫിയർ n ആൾക്കാരെ ഉണ്ടാവാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ, അപ്പോൾ n എലമെൻറ്റ്സ് ഉള്ള ഏത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുത്താലും എന്തായി മാറും, ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ തന്നിരിക്കുന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആയി മാറും. ഓക്കെ, അടുത്തത് കൊറോളറി 3. If S is a subset of a finite dimensional vector space, then the following statements are equivalent. S is a basis, രണ്ടാമത്തെ S is a maximal independent subset in the sense that if I is a linearly independent subset of with S contained or equal to I, then S equal to I. ഇപ്പോൾ നമ്മൾ ആദ്യം ബേസിസിനെ കുറിച്ചുള്ള കുറച്ചുകൂടി സ്ട്രോങ് ആയ കാര്യം പറയുകയാണ്. എന്താണ് പറയുന്നത്, ബേസിസ് ആണെങ്കിൽ അതാണ് ആ സെറ്റിൻ്റെ മാക്സിമൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ്. അതുപോലെ തന്നെ എസ് ഈസ് എ മിനിമൽ സ്പാനിങ് സെറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഇഫ് ജി സ്പാൻസ് വി ആൻഡ് ജി കണ്ടെയ്ൻ നോട്ട് ഈക്വൽ എസ് ദെൻ ജി ഈക്വൽ ടു എസ്. അതായത് മിനിമൽ സ്പാനിങ് സെറ്റുമാണ് ആരെന്നാണ് പറയുന്നത്, എസ് മിനിമൽ സ്പാനിങ് സെറ്റുമാണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്, എസിനേക്കാളും ചെറുതായിട്ട് സ്പാൻ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ജിക്ക് ആരായതിനെ പറ്റുള്ളൂ, എസ് എൻ ആയി വന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ നമ്മൾ കാണിക്കാൻ നമ്മൾ 1 implies 2, 2 implies 3, 3 implies 1 കാണിക്കണം. ഓക്കെ, സോ 1 implies 2 കാണിക്കണം. Let S be a basis of vector space V and I be an independent subset with I is contained or equal to I. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പ്രൂഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.